പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും ഈ വീഡിയോ കാണുന്ന ഏവർക്കും കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഈ വീഡിയോ കാണുന്ന ഏവരെയും IAGM എക്കോവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ വരവിനോടനുബന്ധിച്ച് അനേക വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം IAGM എക്കോ എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദയവായി ആ വീഡിയോകളെ എല്ലാം കണ്ട് സത്യങ്ങളെ ഗ്രഹിപ്പാൻ ക്രിസ്തയേശുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹമായി ഓർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് സഭയിൽ ഏതൊക്കെയാണ് അടയാളങ്ങൾ സംഭവിക്കുന്നത്? 2, യഹൂദനിൽ ഏതൊക്കെയാണ് അടയാളങ്ങൾ സംഭവിക്കുന്നത്? 3, ലോകത്തിൽ കർത്താവിന്റെ വരവിന് മുൻപ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളെ ഈ വീഡിയോയിലും തുടർന്നുള്ള വീഡിയോകളിലും തിരുവചന വെളിച്ചത്തിൽ അറിയിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ വീഡിയോയിൽ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ ഒന്ന് പെസ്റ്റിലൻസ് അല്ലെങ്കിൽ മഹാമാരി അല്ലെങ്കിൽ മഹാവ്യാധി, ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അതിനാധാരമായി ലൂക്കോസ് സുവിശേഷം 21 അധ്യായം 11 വാക്യത്തിൽ വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാക്കും. യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് ലോകത്തിൽ അവിടെയായി മഹാവ്യാധികൾ വന്ന് മനുഷ്യ ജീവിതങ്ങളെ മുടിച്ചു കളയും എന്ന് തിരുവചനത്തിൽ വ്യക്തമാക്കുന്നു. അപ്പൊ മഹാവ്യാധികൾ ജനസമൂഹത്തെ രാജ്യമൊട്ടാകെ മുടിച്ചു കളയുമ്പോൾ അത് ഒരു സത്യത്തെ വിളിച്ചറിയിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് എന്താണ് മഹാവ്യാധി? മഹാവ്യാധിയെക്കുറിച്ച് സയൻസ് പറഞ്ഞിരിക്കുന്നത് യെസിനിയ പെസ്റ്റിസ് എന്നറിയപ്പെടുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നാണ് ഉത്ഭവിക്കുന്ന രോഗം എന്നാണ് സയൻസ് വിശദീകരിക്കുന്നത്. ഈ വ്യാധി മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് വ്യാപിക്കുന്നു. ബാക്ടീരിയ വ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ കടിക്കുന്ന കൊതുക്, മറ്റും ഈച്ചകൾ, മറ്റ് ജന്തുക്കൾ ഇവയൊക്കെയും മനുഷ്യനെ കടിക്കുമ്പോൾ ആ മൃഗത്തിൽ ഉള്ള വ്യാധികൾ മനുഷ്യനിലേക്കും വ്യാപിച്ച് അത് വലിയ നഷ്ടങ്ങളെ, വേദനകളെ ഉണ്ടാക്കുന്നു എന്നാണ് സയൻസ് പറയുന്നത്. ഈ പെസ്റ്റിലൻസ് എന്നറിയപ്പെടുന്ന മഹാവ്യാധി സയൻസ് അതിനെ 3 തരംതിരിച്ചിരിക്കുകയാണ്. 1 ബ്യൂബോണിക് എന്നും, 2 സെപ്റ്റിസെമിക് എന്നും, 3 ന്യൂമോണിക് എന്നും പേരിട്ട് അവർ വിളിക്കുന്നുണ്ട്. ഈ ബ്യൂബോണിക് എന്നതായ ബാധ മനുഷ്യ രക്തത്തിൽ ലിംബ് നോഡസ് എന്ന് പറഞ്ഞാൽ രക്തത്തിൽ കാണുന്ന വെള്ളാണുക്കളോടുകൂടെ അതിന്റെ വീര്യത്തെ കെടുത്തു കളയുവാൻ തക്കവണ്ണം ഇടയാക്കും എന്നാണ് ബ്യൂബോണിക് എന്ന വിഭാഗത്തിൽപ്പെട്ട ഈ വൈറസ് പ്രവർത്തിക്കുന്നത്. 2 സെപ്റ്റിസെമിക് എന്നതായ വൈറസ് മനുഷ്യന്റെ രക്തത്തെയാണ് ബാധിക്കുന്നത്. 3 ന്യൂമോണിക് എന്നതായ വൈറസിന്റെ ഭാഗം മനുഷ്യന്റെ ശ്വാസകോശത്തെ ബാധിക്കുന്നു. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് സയൻസ് അങ്ങനെ 3 വിധത്തിൽ ഈ വൈറസിനെ കുറിച്ച് പറയുകയാണ്. എന്നാൽ ഈ മഹാമാരിയുടെ ഉത്ഭവം എവിടെ നിന്നാണ് ഈ വൈറസുകൾ, ഈ ബാധകൾ കടന്നു വരുന്നത് എന്ന് നോക്കിയാൽ 2 വിധത്തിൽ. 1 ബൈബിൾ അല്ലെങ്കിൽ തിരുവചനം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? തിരുവചനം പറയുന്നത് ഈ മഹാവ്യാധികൾ
ദൈവത്താൽ അയക്കപ്പെടുന്നു എന്നാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 21, 22 വാക്യം. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്ന് നിന്നെ മുടിച്ചു കളയും വരെ യഹോവ നിനക്ക് മഹാമാരി പിടിപ്പിക്കും. ക്ഷയരോഗം, ജ്വരം, പുകച്ചൽ, അത്യുഷ്ണം, വരൾച്ച, വെൺകതിർ, വിഷമഞ്ഞ് എന്നിവയാൽ യഹോവ നിന്നെ ബാധിക്കും. ഇസ്രായേൽ ജനത്തോട് ദൈവത്തെ വിട്ട് പിന്മാറിപ്പോയാൽ, യഹോവയാം ദൈവത്തെ അറിയാതെ പോയാൽ ആ മഹാമാരി അയക്കും എന്ന് ഇസ്രായേൽ ജനത്തോടുകൂടെ ദൈവം പറയുവാനിടയായി. അതിന്റെ കാരണം, ദൈവത്തെ വിട്ട് മനുഷ്യൻ അന്യപ്പെടുമ്പോൾ, ദൈവത്തെ സേവിക്കാതെ വരുമ്പോൾ ദൈവം മനുഷ്യന്റെ മേൽ അയക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിയായിരിക്കും. ഈ ബാധകളെ കുറിച്ച് തിരുവചനത്തിലൂടെ നാം വായിച്ചു നോക്കുമ്പോൾ, തിരുവചനത്തിൽ ആദ്യം ഈ മഹാമാരി മിസ്രയീം ദേശത്താണ് ദൈവം ആദ്യമായി അയക്കുന്നത്. ഇസ്രായേൽ ജനം മിസ്രയീമിൽ 400 വർഷം ഫറവോന്റെ അടിമത്വത്തിലായിരിക്കുന്ന കാലഘട്ടത്ത് അവരെ വിടുവിക്കേണ്ടതിന് ദൈവം മോശെ മുഖാന്തരം ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഫറവോനോട് സംസാരിക്കുവാൻ മോശെ ചെന്ന്. പക്ഷേ മോശയുടെ വാക്ക്, ദൈവത്തിന്റെ വാക്ക് ഫറവോൻ അനുസരിക്കാതെ വന്നപ്പോൾ, ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാതെ വന്നപ്പോൾ ദൈവം മിസ്രയീമ്യരെ 10 ബാധകളാൽ ബാധിപ്പാനിടയായിത്തീർന്നു. ആ 10 ബാധകളിൽ 5ാമത്തെ ബാധയാണ് പെസ്റ്റിലൻസ് എന്നറിയപ്പെടുന്ന മഹാവ്യാധി. ഈ മഹാവ്യാധി ഇസ്രായേൽ ജനത്തെ ദൈവത്തെ ആരാധിപ്പാൻ ഫറവോൻ വിട്ടയക്കാതെ പോയപ്പോഴാണ് ഈ 5ാമത്തെ ബാധ ദൈവം അയക്കുന്നത്. അതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടതിന് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ യഹോവയുടെ കൈ കുതിര, കഴുത, ഒട്ടകം, കന്നുകാലി, ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങൾ മേൽ വരും. അത് കഠിനമായ വ്യാധി ഉണ്ടാവും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ ജനത്തെ ദൈവത്തെ ആരാധിപ്പാൻ വിടാതെ തടഞ്ഞു നിർത്തിയാൽ മൃഗങ്ങളിലേക്കും മാത്രമല്ല, താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യരിലേക്കും ദൈവം മഹാവ്യാധി അയക്കുമെന്ന് അന്ന് മോശയിലൂടെ ദൈവം ഫറവോനോട് അരുളി ചെയ്തു. പക്ഷെ ഫറവോൻ അതനുസരിക്കാതെ പോയപ്പോൾ ദൈവം 10 ബാധകളിൽ 5ാമത്തെ ബാധയായി ഫറവോനെയും ഇസ്രായേലിനെയും മുടിച്ചു കളയുവാൻ വേണ്ടി മഹാമാരിയെ അല്ലെങ്കിൽ മഹാവ്യാധിയെ ദൈവം അയപ്പാൻ ഇടയായിത്തീർന്നു. അത് ദൈവത്തിന്റെ വലിയ ന്യായവിധിയായിരുന്നു. 2ാമത്തേത്, ദാവീദ് രാജാവിന്റെ കാലഘട്ടത്ത് ദൈവം മഹാമാരിയെ അയച്ചു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാം. 1 ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 21-ാം അധ്യായം 14-ാം വാക്യം. മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞ് അങ്ങനെ യഹോവ ഇസ്രായേലിൽ മഹാമാരി അയച്ചു. ഇസ്രായേലിൽ 70,000 പേർ വീണുപോയി. എന്നാൽ ദാവീദിന്റെ കാലഘട്ടത്ത് ഇസ്രായേൽ ജനത്തെ കണക്കെടുപ്പാൻ വേണ്ടി അവൻ കൽപ്പന പുറപ്പെടുവിച്ച് ദൈവത്തിന് അത് ഇഷ്ടകരമല്ലാതെയിരുന്നു. എന്നാൽ കണക്കെടുപ്പ് അല്ലെങ്കിൽ സെൻസസ് എടുത്ത് മടങ്ങി വന്നതിന് ശേഷം ഇസ്രായേൽ ജനത്തെ സെൻസസ് എടുത്തത് കൊണ്ട് ദാവീദിന്റെ ഹൃദയത്തിൽ അത് കുറ്റബോധം ഉണ്ടാകുകയും ദൈവം ഒരു പ്രവാചകനെ പറഞ്ഞയച്ചു. അവനോട് 3 കാര്യം വെച്ചു. അതിൽ ഒരു കാര്യം, മഹാമാരി നീ തിരഞ്ഞെടുക്കുന്നുവോ എന്നാണ്. അപ്പൊ അന്ന് ദാവീദിന്റെ കാലഘട്ടത്ത് ദൈവം മഹാമാരിയെ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ അയച്ചു.
അതിനാൽ 70,000 പേർ അന്ന് മരിച്ചുപോയി എന്ന് തിരുവചനത്തിൽ വ്യക്തമാക്കും. മഹാമാരി ദൈവത്താൽ അയക്കപ്പെടുന്നു. അത് എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ദൈവത്തെ വിട്ട് വ്യതിചലിച്ചു പോകുമ്പോൾ, അന്യപ്പെട്ടു പോകുമ്പോൾ, ദൈവത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയായിട്ടാണ് ദൈവം ഈ ഭൂമിയിൽ മഹാമാരി അയച്ചു എന്ന് തിരുവചനം വ്യക്തമാക്കും. അതിനെക്കുറിച്ച് ദാവീദിന്റെ പുത്രനായ സലോമോൻ രാജാവായിരിക്കുമ്പോൾ യെരുശലേം ദേവാലയം പണി കഴിപ്പിച്ചിട്ട് അവൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. 2 ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 13-ാം വാക്യം. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്ത് നിന്ന് മുടിക്കേണ്ടതിന് വെട്ടിക്കിളിയോട് കൽപ്പിക്കുകയോ എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തുകയും ചെയ്യും. അപ്പോൾ സലോമോനോട് ദൈവം പറയുകയാണ്, ഞാൻ മഹാമാരി ദേശത്തിലേക്ക് അയക്കുമ്പോൾ നീ പണിത യെരുശലേം ദേവാലയത്തെ നോക്കി ആരെങ്കിലും അനുതാപഹൃദയത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ അവർ പാപത്തെ ക്ഷമിച്ച് ദേശത്തെ സൗഖ്യമാക്കുമെന്ന് കർത്താവ് അന്ന് സലോമോനോട് അരുളി ചെയ്തു. സലോമോൻ പ്രാർത്ഥിക്കുമ്പോഴും ആ കാര്യം അവിടെ എടുത്തു പറയുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടിക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവിടെ ശത്രു അവിടെ പട്ടണങ്ങളിലുള്ള ദേശത്ത് അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തനെങ്കിലും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയെ യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താന്റെ മനഭീട് അറിഞ്ഞ് ഈ ആലയത്തിലേക്ക് കൈമലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നീ കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കും കാലത്തൊക്കെയും നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തന്റെ ഹൃദയത്തെ അറിയുന്നത് പോലെ ഓരോരുത്തന് അവനവന്റെ നടപ്പ് പോലെയൊക്കെയും ചെയ്തരളേണമേ എന്ന് സലോമോൻ ദൈവത്തോടുകൂടെ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞാൽ, ക്ഷാമമോ മഹാമാരിയോ വരുമ്പോൾ ദൈവത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ അവരുടേതായ മഹാമാരിയിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും മറ്റുമുള്ള രോഗത്തിൽ നിന്നും അവരെ വിടുവിക്കണമേ എന്ന് സലോമോൻ ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. കാരണം അവനൊന്നറിയാം, ഈ മഹാമാരി, ക്ഷാമം, മറ്റുമുള്ള രോഗബാധകളൊക്കെയും വരുന്നത് ദൈവത്തിന്റെ ന്യായവിധിയാൽ ദൈവം നയിക്കുന്നതാണെന്ന് അവൻ ഗ്രഹിപ്പാൻ കഴിയും. ഈ മഹാമാരിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ന്യായവിധിയായി മനുഷ്യരുടെ ഇടയിൽ ദൈവം അയക്കുന്ന ഒന്നാണ്. രണ്ടാമത്തെ ഭാഗം സയൻസ് എന്താണ് പറയുന്നത്? സയൻസ് പറയുന്നത് പെസ്റ്റിലൻസ് എന്ന് പറയുന്ന ഈ മഹാമാരി, ഈ മഹാവ്യാധി മൃഗങ്ങളിൽ നിന്ന് വരുന്നു എന്ന് അവരതിനെക്കുറിച്ച് പറയുന്നു. അത് ശരിയാണോ എന്ന് നമ്മൾ നേരത്തെ വായിച്ച പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിന്ന് വായിച്ചു നോക്കുമ്പോൾ ഈ മഹാവ്യാധി വരുന്നത് മൃഗങ്ങളായ കുതിര, കഴുത, ആട്, മറ്റുമുള്ള സകല മൃഗങ്ങളിൽ നിന്നും ഈ മഹാവ്യാധി പുറപ്പെട്ടു വന്നു എന്നാണ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൃഗങ്ങൾക്കും ഈ മഹാമാരിക്കും വളരെ ബന്ധമുണ്ട്. ഭൂമിയിൽ ദുഷ്ടമൃഗങ്ങളുടെ മരണം ഒട്ടേറെ വ്യാധികൾക്കും രോഗങ്ങൾക്കും അത് കാരണമായി തീരുന്നു
എന്ന് നമുക്ക് കാണാൻ കഴിയും. പല രോഗങ്ങളും മൃഗങ്ങൾ, പക്ഷികളുടെ പേരാലാണ് വിളിക്കപ്പെടുന്നത്. പന്നിപ്പനി, എബോല, പക്ഷിപ്പനി, എലിപ്പനി, ഇതെല്ലാം ഓരോ മൃഗത്തിന്റെ, ഇഴജാതികളുടെ, പക്ഷികളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ വൈറസ് ബാധിച്ച മൃഗങ്ങളിൽ നിന്ന്, പക്ഷിപറവകളിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇത് വ്യാപിച്ച് വലിയ മരണമാകുന്ന നാശനഷ്ടങ്ങളെ ഉണ്ടാക്കുന്നു എന്ന് സയൻസ് പറയും. രണ്ടാമത് അവർ പറയുന്നത് വൈറസുകളിൽ നിന്നാണ് ഈ ബാധകൾ വ്യാപിക്കുന്നത്. ഈ വൈറസുകളിൽ നിന്ന് ഈ ബാധകൾ വ്യാപിക്കുമെന്ന് പറയുമ്പോൾ സയൻസ് അതിനെ രണ്ടായി തരംതിരിച്ചിരിക്കുകയാണ്. ഒന്ന്, മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും വ്യാപിക്കുന്നത്, നേരത്തെ ഉത്തരിച്ചു. രണ്ട്, മനുഷ്യനിർമ്മിത വൈറസുകളിൽ നിന്ന് ഈ വൈറസ് വ്യാപിച്ച് അനേക മരണങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്നു എന്ന് സയൻസ് പറയുന്നു. ഈ വൈറസ് എന്ന് പറയുന്നത് ആരെങ്കിലും മനുഷ്യൻ അതിനെ ഉണ്ടാക്കുകയും അത് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്ന നിലയെക്കുറിച്ച് സയൻസിലൂടെ നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതങ്ങനെ തന്നെയാണ് എന്നാണ്. മൃഗം അല്ലെങ്കിൽ പക്ഷിപറവകൾ ഇതിൽ ഈ വൈറസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാഷ്ടത്തിൽ നിന്ന് ആ വൈറസിനെ അവർ കണ്ടുപിടിച്ചിട്ട് അതിന് പ്രതിവിധിയായി ആന്റിവൈറസിനെ കണ്ടുപിടിക്കും. ആന്റിവൈറസ് അല്ലെങ്കിൽ പ്രതിവിധി വൈറസിനെ കണ്ടുപിടിച്ചിട്ട് ഈ മൃഗത്തിൽ അല്ലെങ്കിൽ പക്ഷിപറവകളിൽ നിന്നുള്ള വൈറസിനെ മനുഷ്യനിലേക്ക് അവർ വ്യാപിപ്പിക്കും. അങ്ങനെ ഈ വൈറസിനെ മനുഷ്യനിലേക്ക് വ്യാപിച്ച് അതിന് പ്രതിവിധിയായി കണ്ടുപിടിക്കപ്പെട്ട ആന്റിവൈറസിനെയും അവർ ഉണ്ടാക്കിയല്ലോ, അതിനെ അവർ വിറ്റ് കാശാക്കി അവർ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ബിസിനസ് എന്ന് മെഡിക്കൽ സയൻസും അതിനെ സമ്മതിക്കുന്നു. അതങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ നിർമ്മിത വൈറസ് ഇന്ന് ലോകത്തിൽ വ്യാപിപ്പിച്ച് അതിന് പ്രതിവിധി ഉണ്ടാക്കുന്ന ആന്റിവൈറസിനെ കണ്ടുപിടിച്ച് അതിനെ വിറ്റ് അവർ കാശാക്കി അതിൽ ധാരാളം ജനം കാലാകാലങ്ങളായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്ന് എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു മഹാവ്യാധി. ഈ എയ്ഡ്സ് വ്യാധിയെ കണ്ടുപിടിച്ച ഡോക്ടറുടെ പേര് ഡോക്ടർ റോബർട്ട് ഗാലോ എന്നാണ്. ഇവരാണ് എയ്ഡ്സ് വൈറസിനെ കണ്ടുപിടിച്ച വ്യക്തി. ഇദ്ദേഹം മരിക്കുമ്പോൾ ഒരു സത്യത്തെ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: We are forced to create the HIV virus as a secret weapon to wipe out the African race. എന്ന് പറഞ്ഞാൽ HIV എന്ന് പറയുന്ന ഈ വൈറസ് അതിനെ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളെ നിർബന്ധിക്കയാൽ ആഫ്രിക്കൻ സമൂഹത്തെ തുടച്ചു മാറ്റുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രഹസ്യ ആയുധമാണ് ഈ എയ്ഡ്സ് എന്ന് പറയുന്ന വ്യാധി എന്നാണ് അദ്ദേഹം പറഞ്ഞ് മരിച്ചതായി ചരിത്രം പറയും. ഈ എയ്ഡ്സ് രോഗം ബാധിക്കപ്പെട്ടപ്പോൾ ആഫ്രിക്കയിൽ കോടിക്കണക്കിൽ ജനമാണ് മരിച്ചതായി ചരിത്രം പറയുന്നുണ്ട്. അത് ഈ കാലഘട്ടത്തിലും ധാരാളം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. HIV എന്നുള്ള രോഗം ഇന്നും മനുഷ്യ ശരീരങ്ങളിൽ അനേക വ്യക്തികളിൽ ജീവിതങ്ങളിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. HIV എന്നുള്ള രോഗം ഒരു മനുഷ്യ ശരീരത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ ആയുഷ്കാലം മുഴുവനും അവനെ വിട്ട് മാറുകയില്ലെന്നാണ് സയൻസ് പറയുന്നത്. പക്ഷെ ഒന്ന് ചെയ്യാൻ കഴിയും, അതിന്റെ യഥാർത്ഥ മെഡിക്കൽ ട്രീറ്റ്മെന്റ് മുഖാന്തരം അതിനെ ഒരു കൺട്രോളിൽ ആ വൈറസിനെ വെച്ചിരിക്കുവാൻ കഴിയും. പക്ഷേ ജീവിതകാലം മുഴുവനും
ആ വൈറസിനെ അവന്റെ ശരീരത്തെ വിട്ട് മാറ്റാൻ കഴിയുകയില്ല എന്നാണ് സയൻസ് പറയുന്നത്. ഈ രോഗനിമിത്തം കോടി ജനങ്ങൾ ഇന്നും മരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. തന്നെയുമല്ല, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലുള്ള WHO എന്ന് പറയുന്ന സ്ഥാപനം ഇന്ന് പിശാചിന്റെ ആയുധമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പൊതുവെ പരക്കെയുള്ള അഭിപ്രായം. കാരണം ഭൂമിയിലുള്ള 1/3 ജനത്തെ മുഴുവനും ഈ മെഡിസിൻ മൂലം കൊന്നൊടുക്കുവാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത്. അത് യാഥാർത്ഥ്യവും തന്നെയാണ്. എയ്ഡ്സ്, HIV എന്നുള്ള രോഗങ്ങൾ ഇന്ന് മനുഷ്യ ശരീരങ്ങളിൽ ധാരാളം പേർക്കും ബാധിച്ച് കോടാനുകോടി ജനം ഇന്ന് ട്രീറ്റ്മെന്റിലായിരിക്കുകയാണ്. എന്നാൽ കോടാനുകോടി ജനം ഈ രോഗത്തിലൂടെ മരണപ്പെട്ടു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ കാലഘട്ടങ്ങളിൽ നോവൽ കൊറോണ എന്നറിയപ്പെടുന്ന ഒരു മാരകവ്യാധി, ഈ മാരകവ്യാധി വരുവാനുള്ള ഒരു കാരണത്തെക്കുറിച്ച് ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട്. ഇസ്രായേൽ രാജ്യത്തിൽ അവരുടെ കയ്യിൽ ബയോ വെപ്പൺ എന്നുള്ള ആയുധമുണ്ട്. യൂതர்கள் അല്ലാതെ മറ്റുള്ളതായ ജനത്തിന്റെ അല്ലെങ്കിൽ ശത്രുക്കളുടെ ശരീരത്തിൽ ഒരു സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ശരീരങ്ങളിൽ രക്തം കട്ട പിടിച്ച് അങ്ങനെ ആ ജനം മരിച്ചുപോകും. എന്നാൽ യഹൂദ ജനത്തിനു മേൽ ആ സ്പ്രേ അടിക്കുകയാണെങ്കിൽ അവർ മരിക്കുകയില്ല എന്നുള്ള ഒരു നിലവുണ്ടായിരുന്നു. അപ്പൊ ഈ ബയോ വെപ്പൺ ഇസ്രായേൽ രാജ്യം കണ്ടുപിടിച്ചതിന് ചൈന എന്നുള്ള രാജ്യം മണം പിടിച്ച് മനസ്സിലാക്കി. ഇതിന് മണം പിടിച്ച ചൈന കണ്ടുപിടിച്ച വൈറസ് ആണ് നോവൽ കൊറോണ എന്നറിയപ്പെടുന്നത്. ചൈനയിൽ ഏറ്റവും 4ാമത്തെ വലിയ നഗരമാണ്, സിറ്റിയാണ് വുഹാൻ. ഈ വുഹാൻ എന്ന് പറയുന്ന ഈ സിറ്റിയിലാണ് ഈ വൈറസ് ആദ്യമായി വ്യാപിപ്പാനിടയായത്. ചൈനയിലുള്ള ടെറിട്ടറി ആയിരിക്കുന്ന റഷ്യ, ഭൂട്ടാൻ, തായ്ലൻഡ്, വിയറ്റ്നാം, ബർമ്മ, പാകിസ്ഥാൻ, ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ, 14 രാജ്യങ്ങളിൽ ഈ വൈറസ് വ്യാപിപ്പാൻ ഇടയായി. ഇതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത വന്നത് ഇങ്ങനെയാണ്. 2018 ചൈന അതിൻ്റെതായ ലാബിൽ നിന്ന് ഈ വൈറസിനെ കുപ്പികളിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു എന്നാണ്. അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള വൈറസ് എങ്ങനെയോ അബദ്ധവശാൽ അതിനെ മാറ്റുന്ന ഒരു സ്ത്രീയുടെ കോട്ടിൽ പറ്റിപ്പിടിക്കാനിടയായി. അങ്ങനെ അവൾ അറിഞ്ഞില്ല. എന്നാൽ വുഹാനിലുള്ള ഇറച്ചിക്കടയിൽ ചെന്ന് ഇറച്ചി വാങ്ങിയപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ വൈറസ് ആ ഇറച്ചിയിൽ അങ്ങോട്ട് വ്യാപിപ്പാനിടയായി. പിന്നീടത്തേതിൽ അവൾ ഇറച്ചി വാങ്ങിയ എല്ലാവരുടെ ശരീരത്തിലും വ്യാപിച്ച് അത് ലോകം മുഴുവനും വ്യാപിച്ചത് എന്ന് ഒരു വാർത്ത പരസ്യമായി ഉണ്ടായിരുന്നു. ഇതിന്റെ പേരാണ് നോവൽ കൊറോണ. ഇത് ഇന്ത്യയിൽ 2019 തുടങ്ങി. എന്നാൽ 2020 ഇന്ത്യയിലുള്ള കേരളത്തിലാണ് ആദ്യം കൊറോണ ബാധിച്ച് മരണം സംഭവിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൊറോണ ബാധിച്ചത് മുഖാന്തിരം അതിൻ്റെ സിംറ്റം, അതിന്റെ അടയാളം എന്ന് പറയുന്നത് തൊണ്ടവേദന, ന്യൂമോണിയ, രക്തം കട്ടപിടിക്കുക, ശ്വാസകോശത്തിലുള്ള ശ്വാസം വലിച്ചെടുക്കുവാൻ കഴിയാതെ ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട്, അടുത്ത് തലച്ചോറിൽ ഉള്ള പ്രയാസങ്ങൾ, ഛർദി, തലച്ചോറിലുള്ള 3 ഭാഗമുണ്ട്, സെറിബെല്ലം, മെഡുല്ല എന്നുള്ള ഭാഗങ്ങൾ മുഴുവനും
മനുഷ്യ ശരീരത്തിൽ ഈ രോഗം കൊണ്ട് ബാധിക്കപ്പെട്ടു. നമ്മുടെ കേരളത്തിലും ധാരാളം ആളുകൾ ഈ രോഗം മുഖാന്തിരം മരിപ്പാനിടയായി. എന്നാൽ ലോകത്തിൽ ഏകദേശം 231 രാജ്യങ്ങളിൽ ഈ നോവൽ കൊറോണ ബാധിക്കപ്പെട്ടിരുന്നു. ഇതിൽ 70,47,53,890 പേർ ഈ കൊറോണ ബാധിക്കപ്പെട്ടവരായി തീർന്നു എന്ന് രേഖകൾ കാണപ്പെടും. ഈ 70 കോടി അതിന് മുകളിലുള്ള ജനത്തിൽ ഏകദേശം 7,10,681 ആളുകൾ ഈ ഒറ്റ രോഗം മുഖാന്തിരം മരണപ്പെടുവാനിടയായി. ഇന്ത്യയിൽ മാത്രം 45,35,393 പേർ ഈ രോഗത്താൽ ബാധിക്കപ്പെട്ടവരായി തീർന്നു. എന്നാൽ ഇന്ത്യയിൽ മറ്റും 5,33,570 പേർ മരണപ്പെട്ടു. നമ്മുടെ കേരളക്കരയിലും ധാരാളം പേർ മരണപ്പെടുവാൻ ഇടയായി തീർന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് ചരിത്രത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. AD 1347 മുതൽ നമ്മുടെ കാലത്തിൽ 2019 വരയ്ക്കുമുള്ള കാലഘട്ടങ്ങളിൽ ഏകദേശം 16 മഹാവ്യാധികൾ ലോകത്തെ മുടിച്ചു കളഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. ഇതിൽ ഏകദേശം 147 മില്യൺ ജനം മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ 14,70,00,000 ജനം മരണപ്പെട്ടു എന്നാണ് സ്ഥിതി വിവര കണക്ക്. തന്നെയുമല്ല, 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും സ്മാൾ ബോക്സ് എന്ന് പറയപ്പെടുന്ന ഒരു രോഗം, ഇതൊരു വൈറസാണ്. ഈ രോഗം അന്ന് അമേരിക്ക, ഐസ്ലാൻഡ്, ബാൽക്കൻ, യൂറോപ്പ് എന്നീ രാജ്യങ്ങളിൽ ഈ മഹാവ്യാധി വ്യാപിക്കുകയും ഏകദേശം 1/2 മില്യൺ ജനം മരണപ്പെട്ടു എന്നാണ്. 1/2 മില്യൺ എന്ന് പറയുമ്പോൾ 5 ലക്ഷം ജനം മരണപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ മലേറിയ, ക്ഷയരോഗം, ഡെങ്കുപ്പനി, ചിക്കൻ ഗുനിയ, സിക വൈറസ്, എയ്ഡ്സ് ഇങ്ങനെയുള്ള രോഗങ്ങൾ വ്യാപിച്ച് 20-ാം നൂറ്റാണ്ടിലും ലക്ഷക്കണക്കിൽ ജനം മരണപ്പെട്ടു എന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. സിഗില്ല എന്ന് പറയുന്ന ഒരു വൈറസ്, ഈ വൈറസ് വന്ന് വെള്ളത്തിലൂടെയാണ് വ്യാപിക്കുന്നത്. ഈ വൈറസ് ബാധിച്ച വെള്ളം ആരെങ്കിലും കുടിക്കുകയാണെങ്കിൽ ആ വൈറസ് അവരെ ബാധിച്ച് അനേകർ മരണപ്പെടുവാനിടയായിത്തീർന്നു. എല്ലായിടങ്ങളിലും വെള്ളത്തെ നല്ല തിളപ്പിച്ച് കുടിക്കണം എന്ന് അതുകൊണ്ടാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. തന്നെയുമല്ല, ക്രോമിയം, ബെർലിയം എന്നതായ വൈറസും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സയൻസ് പറയും. ഈ വൈറസുകൾ മനുഷ്യ പ്രേതത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. ഈ വൈറസ് ബാധിച്ച ആളുകളെ ആഴക്കുഴിയെടുത്ത് ശവസംസ്കാരം ചെയ്തിരുന്നാൽ പോലും ആ വൈറസ് മരിക്കുകയില്ലെന്നാണ്. ആ വൈറസ് തൊട്ടടുത്തുള്ള ആഴമേറിയ കിണറുകൾ അതിങ്ങനെ വ്യാപിച്ച് അതിൽ ഉള്ള വെള്ളം കുടിച്ച് അനേകർക്ക് ആ രോഗങ്ങൾ വ്യാപിച്ച് അനേകർ മരണപ്പെടുവാനിടയായി തീർന്നു. ഇതുപോലെ ധാരാളം വൈറസുകൾ, മനുഷ്യനിർമ്മിത വൈറസുകളും ദൈവത്താൽ അയക്കപ്പെടുന്ന വൈറസുകളും വ്യാപിച്ച് അനേക ആത്മാക്കളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, അനേകർ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് തീരുമോ എന്ന് ചോദിച്ചാൽ ഇല്ലാതാണ്. യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് എതിർ ക്രിസ്തു ഭരണം ഏറ്റെടുക്കുന്ന കാലത്തിൽ
ഈ മഹാവ്യാധികൾ വീണ്ടും വ്യാപിച്ച് ഭൂമിയിലുള്ള 1/4 ജനവും ദുഷ്ടമൃഗങ്ങൾ, മഹാവ്യാധി എന്നിവയാൽ മരിച്ചുപോകും എന്ന് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ 4 അംശത്തിന്മേൽ അധികാരം ലഭിച്ചു. എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാളുകൊണ്ട് എന്നുവെച്ചാൽ യുദ്ധം കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ദുഷ്ടമൃഗങ്ങളെ കൊണ്ടും ഭൂമിയിൽ 1/4 കൊല്ലുവാനുള്ള അധികാരം അന്ന് ഉണ്ടാകും എന്നാണ്, എന്നുവെച്ചാൽ മരണപ്പെട്ടു പോകും എന്നാണ് തിരുവചനം വ്യക്തമാക്കുന്നു. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് കർത്താവിന്റെ വരവിന് മുൻപ് ഈ മഹാവ്യാധികൾ ലോകമെമ്പാടും വ്യാപിച്ച് ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു വ്യത്യാസം ഉണ്ടാകുമോ? തിരുവചനം പറയുന്നു ഇല്ല. എന്നാൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും. എപ്പോൾ? വ്യക്തികൾ, ദേശങ്ങൾ, രാജ്യങ്ങൾ സത്യ ദൈവമായ യഹോവയാം ദൈവത്തെ ഏകസത്യ ദൈവമെന്ന് വിശ്വസിച്ച് അംഗീകരിച്ച് അവൻ നോക്കി നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ ഈ മഹാവ്യാധികളിൽ നിന്ന് മോചനം ലഭിക്കും എന്ന് നാം നേരത്തെ വായിച്ച തിരുവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനം നമ്മെ വളരെ വ്യക്തമാക്കും. എന്നാൽ മനുഷ്യനോട് ചോദിക്കാം, ഏകസത്യ ദൈവമായ യഹോവയെ നിങ്ങൾ സത്യദൈവം അംഗീകരിച്ച് അവൻ നോക്കി നിലവിളിച്ച് അവനെ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചാൽ അവർ അംഗീകരിക്കുകയില്ല. അവർ ദൈവത്തോട് പലരും നിലവിളിക്കുകയില്ല. പിന്നെ എന്താണ് സംഭവിക്കുക? ദൈവത്തെ, സത്യ ദൈവത്തെ, നിത്യ ദൈവത്തെ, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത കാലത്തോളം ഈ മഹാവ്യാധികൾ ലോകത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടേ തന്നെ ഇരിക്കുമെന്ന് ആവർത്തന പുസ്തകം 28-ാം അധ്യായം 21, 22 വാക്യങ്ങളിൽ കാണാൻ കഴിയും. 20-ൽ നിന്ന് ഞാൻ വായിക്കാം. എന്നെ ഉപേക്ഷിച്ച് ചെയ്ത ദുഷ്പ്രവൃത്തികൾ നിമിത്തം നീ വേഗത്തിൽ മുടിഞ്ഞു പോകും വരെ നിന്റെ കൈ തൊടുന്ന എല്ലാറ്റിലും യഹോവ ശാപവും പരിഭ്രമവും പ്രാക്കുമായിരിക്കും. നീ കൈ വശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തു നിന്ന് നിന്നെ മുടിച്ചു കളയും വരെ യഹോവ നിനക്ക് മഹാമാരി പിടിപ്പിക്കും. ക്ഷയരോഗം, ജ്വരം, പുകച്ചൽ, അത്യുഷ്ണം, വരൾച്ച, വൻകതിർ, വിഷമഞ്ഞ് എന്നിവയാൽ യഹോവ നിന്നെ ബാധിക്കും. നീ നശിക്കും വരെ അവ നിന്നെ പിന്തുടരും. അപ്പോൾ ഈ രോഗത്തിൽ നിന്ന്, ഈ ബാധകളിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിപ്പാൻ കഴിയുമോ ശാശ്വതമായി എന്ന് ചോദിച്ചാൽ കഴിയും. വ്യക്തികൾ, കുടുംബങ്ങൾ, ദേശം, രാജ്യങ്ങൾ യഥാർത്ഥമായി ദൈവത്തെങ്കിലേക്ക് നിനിവേ പട്ടണം മനം തിരിഞ്ഞതുപോലെ മനം തിരിയുമെങ്കിൽ, ദൈവത്തെ വിശ്വസിക്കുമെങ്കിൽ, യേശുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിക്കുമെങ്കിൽ ഈ രോഗത്തൊന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയും. അതല്ല എങ്കിൽ ഈ രോഗം അവരെ മുടിച്ചു കളയുന്നത് വരേക്കും അന്ത്യകാലം വരെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അവർ ദൈവത്തിന് തിരിയുമോ എന്ന് ചോദിച്ചാൽ തിരുവചനത്തിലാകട്ടെ ചരിത്രത്തിലാകട്ടെ ജനം തിരിയുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. യേശു ക്രിസ്തുവിന്റെ വരവിന് മുൻപ് ലോകത്തിൽ മഹാവ്യാധികൾ വ്യാപിക്കും. അനേകരെ
അത് കൊന്നുകളയും, അനേകരെ അത് മുടിച്ചു കളയുമെന്ന് തിരുവചനം പറഞ്ഞതുപോലെ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സ്നേഹിത, ലോകത്തിൽ സംഭവിക്കുന്ന ഈ മഹാവ്യാധികൾ യാദൃച്ഛികമല്ല, ദൈവത്താൽ അയക്കപ്പെടുന്ന ഒന്നാണ്. 2, മനുഷ്യ നിർമ്മിതിയാൽ ഉണ്ടാക്കി അതിനെ വിറ്റ് കാശാക്കി മനുഷ്യനെ കൊന്നൊടുക്കുന്ന ഒരു പ്രവണതയിലേക്ക് ലോകം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടുവാനും കർത്താവിന്റെ വരവിൽ നീ എടുക്കപ്പെടുവാനും ഒരുക്കമുള്ളവനായി തീരേണ്ടത് നിങ്ങളും ഞാനും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അവനാ ജീവിച്ച് അവന്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവന്റെ വരവനായി നമുക്ക് കാത്തിരിക്കാം. അപ്പൊ യേശുക്രിസ്തു വരവിന് മുൻപ് ലോകത്തിൽ മഹാവ്യാധികൾ സംഭവിക്കും. ഇനി കർത്താവിന്റെ വരവിന് മുൻപ് വേറെന്തൊക്കെയാണ് ലോകത്തിൽ സംഭവിപ്പാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം. അതുവരയ്ക്കും ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ, സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ. ദൈവമക്കളായ നമുക്ക് പ്രാർത്ഥനയോടും ദൈവത്തെ സേവിച്ച് ലോകത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരാം, കർത്താവിന്റെ വരവിനായി ഒരുക്കാം. അതിനാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥ പ്രാർത്ഥനയോട് ഈ അവസരം ഞാൻ നിർത്തും. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. മാരനാഥ. May God bless you.